ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു Q&A വീഡിയോ ആയിട്ടാണ്. ഞാൻ 2 ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു Q&A അങ്ങനെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ആൻസർ ചെയ്യുന്നത് എൻ്റെ റെഗുലർ വ്യൂവർ ആയിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ്. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്ലേസ്, ഞാൻ കണ്ണൂർ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട് പഴയങ്ങാടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പയ്യന്നൂർ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ജോബാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്, സേഫ്റ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2-3 മാസം കൂടുമ്പോൾ നാട്ടിലെത്തും. പിന്നെ ചോദിച്ചിട്ടുള്ളത് നേരത്തെ വർക്ക് ചെയ്ത സ്ഥലം. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ വിപ്രോയിൽ HR ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വർക്കിന് റീജോയിൻ ചെയ്യുമോ കൂടി ചോദിച്ചിട്ടുണ്ട്. അറിയില്ല, ഡിപ്പെൻസ്. ഞാനിപ്പം എനിക്ക് കുറച്ചുകൂടി ഈ ഫാഷൻ അങ്ങനത്തെ ഇതിലോട്ടാണ് താല്പര്യം. വലിയ അറിവൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിലേക്ക്. ഞാനപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇനി പോകാൻ ഇഷ്ടമുള്ള പ്ലേസ്. എനിക്ക് ബാലി പോകാൻ നല്ല ഇഷ്ടമുണ്ട്, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അതാണ് എനിക്ക് പോകാൻ ഇഷ്ടമുള്ളത്. ഞാൻ എവിടെ പോകണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് പൊതുവെ ബാലിയിലാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ചേച്ചിയുടെ വീഡിയോസ് എല്ലാം എനിക്ക് കാണാൻ ഇഷ്ടമാണ്, എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരുമെന്ന് വിചാരിക്കുന്നു. എന്നെ റെഗുലറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏത്ര എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്, ഇനി റീസ്റ്റാർട്ട് ചെയ്യുമോ, എല്ലാം നല്ല കളക്ഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുർത്തി ഇൻസ്റ്റാഗ്രാം പേജായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുർത്തീസിൻ്റെ കളക്ഷൻ, കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ വർക്കിംഗ് ആയിരുന്നു. വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെറ്റീരിയൽ എനിക്ക് ഓൺലൈനായിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ആദ്യമൊക്കെ എനിക്ക് നല്ല മെറ്റീരിയലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് മെറ്റീരിയൽ ക്വാളിറ്റി വളരെ മോശമാവാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരാളായിരുന്നു സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് എനിക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നാൻ തുടങ്ങി. വർക്കും അതുപോലെ ഈ കുർത്തിയുടെ ബിസിനസ്സും രണ്ടും കൂടി ഒരുമിച്ച് എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ മെറ്റീരിയൽ ക്വാളിറ്റി, അവർ സെൻഡ് ചെയ്ത മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മെറ്റീരിയൽ കാര്യമായി ചെക്ക് ചെയ്ത്. ആ സമയത്ത് ഭയങ്കര മോശം ക്വാളിറ്റി മെറ്റീരിയലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ പോയി എടുക്കുന്നതാണെങ്കിൽ ഇത് ഓക്കെ ആവുള്ളൂ. പിന്നെ പോയി എടുക്കുന്നതിന് ഞാൻ അധികം പ്രൈസൊന്നും കൂട്ടിയെടുക്കാറില്ല. ഞാൻ ചെറിയൊരു പ്രോഫിറ്റ്, വളരെ ചെറിയ പ്രോഫിറ്റ് വെച്ചിട്ടായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് അത്ര പ്രോഫിറ്റബിൾ അല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. റീസ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് പ്ലാൻ ഇല്ല, ചിലപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ളോഗ് ചെയ്യുമോ. ഫാമിലി വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടി ഒരു മിനി വ്ളോഗാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. ഇനി ഭാവിയിൽ ചെയ്യണമെന്നുണ്ട്, സൂൺ ഞാൻ ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഏജാണ്. എനിക്ക് ഈ സെപ്റ്റംബർ വന്നാൽ 29 കംപ്ലീറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, മോളുടെ നെയിം എന്താണ് ആൻഡ് മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ മോളെ പേര് നൈനിക, നൈനു എന്ന് വിളിക്കും. മോള് പഠിക്കുന്നത് അംഗൻവാടിയിലാണ്. അപ്പോൾ ഇനി LKGയിലോട്ട്. നെക്സ്റ്റ് വന്നുള്ള ക്വസ്റ്റ്യൻ ആണ് യൂട്യൂബ് ഇൻകം. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ആകെ 1.5 മാസം ആയതേ ഉള്ളൂ. ഏപ്രിൽ 4 ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഇൻകം ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ 1.5 മാസത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസ് ആയത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ അതിന് ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കെമിക്കൽ പീൽ ചെയ്ത ശേഷം യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കെമിക്കൽ പീൽ ചെയ്തതിന് ശേഷം പൊതുവെ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ആ ഒരു ക്വാളിറ്റി തരുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. സംഭവം അടിപൊളി പ്രോഡക്റ്റാണ്. എനിക്കൊന്ന് ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഈ സൂപ്പർ ലൈറ്റ് ജെല്ല് പറ്റില്ല എന്ന് തോന്നുന്നു. ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അപ്പോൾ
ഞാൻ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്തായാലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ സെയിം പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫേസ് ഗ്ലോ ആവാനുള്ള ടിപ്സാണ്. ഫേസ് ഗ്ലോ ആവാൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, അധികം ഓയിലി ഫുഡ്സ് ഒഴിവാക്കുക, ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യുക, പിന്നെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക, അതുപോലെ വെള്ളം നന്നായി കുടിക്കുക. ഇതൊക്കെ കൊണ്ട് തന്നെ ഫേസിന് ഒരു ചെറിയൊരു ഗ്ലോ വരും. വെള്ളം നന്നായി കുടിക്കുക, അതൊരു വലിയ കാര്യമാണ്. പിന്നെ പറയാനുള്ളത് നമ്മൾ ചെറിയ ചെറിയ ഹോം റെമഡീസ്, ഈ പപ്പായൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫേസിനൊരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഹൈലറോണിക് ആസിഡ് സിറം, അതുപോലെ നയസിനമൈഡിൻ്റെ സിറം, അതൊക്കെ ഫേസിന് ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഫിനിഷൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ബെസ്റ്റ് ഐ കാജൽ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാജലാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. എനിക്കത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്യും. അത് അത്ര വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ബ്ലൂ ഹെവൻ്റെ കാജൽ, അതുപോലെ L18ൻ്റെ കാജൽ, ഇതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചില്ല ബെസ്റ്റ് ഹെയർ റിമൂവൽ മെത്തേഡ് ഫോർ ഫേസ്, ലെഗ് ആൻഡ് ഹാൻഡ് ആണ്. ബെസ്റ്റായിട്ട് ഹെയർ റിമൂവലിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലേസറാണ്. ലേസർ ചെയ്താൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഷേവിങ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ലേസർ ആയിരിക്കും ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ. പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷേവിങ് ആണ്. ഫേസിനായാലും ലെഗ്സ് ആയാലും ഹാൻഡ്സ് ആയാലും ഞാൻ ഷേവാണ് ചെയ്യുന്നത്. റേസർ വെച്ചിട്ട് ഫേസിൽ ചെയ്യുന്നത്. ഒരാൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് പോലെ വാക്സ് ചെയ്യുന്നവരുണ്ട്. വാക്സിങ് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അതുപോലെ വാക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയ ചെറിയ തരികൾ പോലെ വരാറുണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. പിന്നെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഷേവ് ചെയ്താൽ കൂടുതലായിട്ട് നമുക്ക് താടി മീശയൊക്കെ വരുന്ന, അങ്ങനെയൊന്നുമില്ല. ഞാൻ 2018 തൊട്ട് ഫേസ് ഷേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. കട്ടിയായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഫേസ് ഭയങ്കര ഹാഷായിട്ടോ അങ്ങനെയൊന്നുമില്ല. കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ എക്സ്ഫോളിയേഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് എനിക്ക് വന്നിട്ടുള്ളത്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പം ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.